കെവിൻ, സണ്ണി ജോസഫ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് സണ്ണി ജോസഫിനെ കുറിച്ചല്ല, പക്ഷേ ഷാഫി പറമ്പിലിനെ കുറിച്ചാണ്. ഷാഫി പറമ്പിൽ KPCCയുടെ അമരത്തേക്ക് വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ KPCCയെ നയിക്കാൻ കോൺഗ്രസിന്റെ യുവമുഖം, കോൺഗ്രസിന്റെ രണ്ടാം നിരയിലെ പ്രമുഖ മുഖം ഷാഫി പറമ്പിൽ വരുമോ? ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ, അത് 6 MP കേരളത്തിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായി വന്ന വാർത്തകൾ എന്താണ്? MP മത്സരിക്കേണ്ട ഒരു സാഹചര്യമില്ല. അതിൻ്റെ അലയൊലികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നിലവിൽ മത്സരിക്കേണ്ട സാഹചര്യമില്ല. കൊടിക്കുന്നിലിൻ്റെ കാര്യവും സംശയമാണ്, മറ്റ് ഇതേപോലെ ഷാഫി പറമ്പിലിൻ്റെ കാര്യം സംശയമാണ്. ഇത്തരത്തിൽ പറയുന്ന സാഹചര്യങ്ങളിലുള്ള MP ആരും നിലവിൽ മത്സരിക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ MP മത്സരിക്കാൻ എന്തായാലും ഒരു മാൻഡേറ്റ് കൊണ്ടുവരുമ്പോൾ അത് എല്ലാവർക്കും ബാധകമായിട്ടായിരിക്കുമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരിക. അത്തരം ഒരു സാഹചര്യത്തിൽ സണ്ണി ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ KPCCയുടെ താൽക്കാലിക പ്രസിഡന്റായി ഷാഫി പറമ്പിൽ എത്തുന്നു എന്നുള്ള വാർത്തകൾ അത് ഏകദേശം മാധ്യമങ്ങളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്നു, അതായത് തലമുറ മാറ്റം ആവശ്യമാണെന്ന്. അത്തരത്തിൽ തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ KPCCയെ നയിക്കാനായിട്ട് ഒരു പുതുമുഖം, അതായത് പടിപടിയായി വളർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ നിന്ന് പാലക്കാട് വിജയിക്കുന്നു. കോൺഗ്രസിലെ എല്ലാ നേതാക്കളെയും ഒരുപോലെ കൺവീൻസ് ചെയ്യാനും അവരെ ഒരേ സമയം കരുതലോടെ വിമർശിക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവ് വളർന്നു വരുന്നത് അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലും പല സമയങ്ങളിലും കൃത്യമായി പിടിച്ച് പ്ലേസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുയർത്താനും ഒരു പാർട്ടിക്കകത്ത് നല്ല രീതിയിലൊരു പെനിട്രേഷൻ നടത്താനും എനിക്ക് തോന്നുന്നു നമ്മുടെ യുവനിര ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിക്കോട്ടെ, കൺസിസ്റ്റൻസിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു കാലം വളരെ ശക്തമായി കത്തിജ്വലിച്ച് നിന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ളവർ മത്സരിക്കുന്ന കാലഘട്ടങ്ങളിലും എല്ലാം കത്തിജ്വലിച്ച് നിന്നുകൊണ്ട് പിന്നെ അണഞ്ഞു പോകുന്നൊരു പ്രകൃതം ഉണ്ടായിരുന്നു. പക്ഷെ ഷാഫി പറമ്പിലിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. എല്ലാ കാലത്തും വ്യക്തമായി ഉള്ള ഡോസുകൾ അവിടെ ഇവിടെ ഇട്ട് സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പല ഘട്ടങ്ങളിലും ഷാഫി പറമ്പിലും മുതിർന്ന നേതാക്കളുമായി തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അത് തന്നെ പരസ്യമായ വേദികളിൽ അദ്ദേഹം പൊളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. മുതിർന്ന നേതാക്കളെ തിരുത്തുക അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്ന പേരാണ് ഷാഫി പറമ്പിലിനെ ശകാരിച്ചു, സുധാകരൻ ശകാരിച്ചു എന്നുള്ളത്. നമ്മൾ അത് തന്നെ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലാണെന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് ഞാനും സുധാകരനും അറിഞ്ഞിട്ടില്ല ശകാരിച്ചത്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പാർട്ടിക്കകത്ത് പെനട്രേറ്റ് ചെയ്ത് തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കാനും ജനങ്ങളിലേക്ക്, എനിക്ക് കൃത്യമായി അറിഞ്ഞില്ല ഷാഫി പറമ്പിലിനെ പോലൊരു നേതാവിനെ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കണ്ടാൽ കടിച്ചെടുക്കാൻ തോന്നുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ആൾക്കാർ എവിടെയെങ്കിലും വന്നിറങ്ങിക്കഴിഞ്ഞാൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കോവള MLA വിൻസെൻ്റ് സംഘടിപ്പിച്ചൊരു പരിപാടി, വിഴിഞ്ഞത്ത് ഇലക്ഷൻ നടക്കുകയാണ് ഏതോ ഒരു വാർഡിൽ, അവിടുത്തെ സ്ഥാനാർത്ഥിമാരണോ ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പോൾ ഏതോ ക്യാമ്പിനോ അല്ല എനിക്ക് തോന്നുന്നു റോഡ് ഷോ ആണെന്ന് തോന്നുന്നു. ഒരു മധ്യ കേരളത്തിലും അല്ലെങ്കിൽ മലബാർ മേഖലയിലും ഷാഫിക്കുള്ള സ്വാധീനം നമുക്കറിയാവുന്ന കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ മുതിർന്നവർ വരെ ഷാഫിയെ തോളിലേറ്റി നടക്കുകയാണ്. അവിടെ വന്നിറങ്ങിയപ്പോൾ ഷാഫി കാറിൽ നിന്ന് ഇറങ്ങുന്നതേ കാണാനുള്ളൂ, പിന്നെ അങ്ങ് കൊണ്ട് പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഷാഫിയെ KPCCയുടെ ചുമതലയിലേക്ക് വരികയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ പ്രതീക്ഷയുക? ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിൽക്കുന്ന യുവാക്കൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്നായി മാറും ഷാഫിയുടെ KPCCയിലേക്കുള്ള വരവ്. അതായത് ഇതൊരു തുടക്കമാണ്. നോക്കൂ, ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേന് KPCCയിലെ രണ്ടാം നിരയായിട്ടാണല്ലോ നമ്മൾ. പക്ഷേ അതിലൊരു സംശയം വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പരക്കെയുള്ള ഒരു ആക്ഷേപം സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലി, ഇതൊക്കെയാണ്. അപ്പോൾ KPCC അധ്യക്ഷൻ എന്നുള്ളൊരു പദവിയിലേക്ക് രണ്ടാം നിരയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോൾ അത് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഷാഫിക്കെതിരെ ഒരു കല്ലുകടിയായി, ഒരു പ്രശ്നമായി ഇത് ഉരുത്തിരിയാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇത് ഇവിടുത്തെ ചോദിച്ച കൃത്യമായ ഒരു ചോദ്യമാണ്. ഈ ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനകത്ത് കൃത്യമായിട്ടുള്ള അടിയുണ്ട്. എല്ലാ കാലവും ഗ്രൂപ്പ് അടികൾ,
അല്ലെങ്കിൽ പേഴ്സണൽ താല്പര്യം. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ കൂട്ടമാണല്ലോ. അതെ. അവർക്ക് അവരുടേതായ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഒരു കേഡറോ സെമി കേഡറോ സംവിധാനമല്ല. സെമി കേഡറിലേക്ക് എത്തുന്നത് സുധാകരൻ വന്ന കാലഘട്ടത്തിൽ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് എത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അത് പാളി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് നേതാക്കൾ തമ്മിൽ അടി. ഇവിടെ ഉയർന്നു വന്ന വാർത്തകളെ കോൺഗ്രസ് ടാക്കിൾ ചെയ്ത രീതിയാണ് നോക്കുന്നത്. ഇവിടെ വി ഡി സതീശനും KC വേണുഗോപാലും അല്ലെങ്കിൽ മറ്റ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ചെയ്ത വ്യക്തികളെല്ലാവരും തമ്മിലടി എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഏത് ഘട്ടത്തിലാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു അത്തരത്തിൽ പ്രചരിപ്പിച്ചു. ഹൈക്കമാൻഡ് കൃത്യമായിട്ട് ഇടപെട്ടു. അതിനുശേഷം ഇവർ നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ലക്ഷ്യ എന്ന് പറയുന്ന ലീഡേഴ്സ് സമ്മിറ്റ് നടന്നിരുന്നു വയനാട് ക്യാമ്പ്. അവിടെ KC വേണുഗോപാൽ സംസാരിച്ചൊരു പ്രസംഗമുണ്ട്. അതായത് അദ്ദേഹം ആദ്യം ഭരണം കിട്ടട്ടെ, അതിനുശേഷം കൂട്ടായത്തോട് ഒരു തീരുമാനമെടുക്കാം. ഈ ഒരു വികാരത്തിലാണ് നേതാക്കന്മാർ, അതായത് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഒന്നെങ്കിൽ ഒരു ഗതികേട്, അല്ലെങ്കിൽ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. രണ്ട്, ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് അടി നടക്കുന്നൊരു സാഹചര്യം. പലർക്കും പല മണ്ഡലങ്ങൾ വേണം എന്നുള്ളൊരു സാഹചര്യത്തിൽ പല കോണുകളിൽ നിന്നും പല സംസാരങ്ങൾ ഉയരുന്നുണ്ട്. പല മാധ്യമങ്ങളിലും പലരുടെയും പേരുകൾ അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനെയെല്ലാം തള്ളി പറയുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം. ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പല നേതാക്കളുമായി സംസാരിക്കുമ്പോഴും പറയുന്നത്, ഈ കാലയളവിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഘടനയെ ഒറ്റിക്കൊടുക്കുന്ന ആരുണ്ടെങ്കിലും അവരിനി കോൺഗ്രസിൽ കാണില്ല. ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് എത്തും. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു റാഷണൽ ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MM ഹസൻ പറയുന്നു, രാഷ്ട്രീയക്കാരോട് മത്സരിക്കരുത് എന്ന് ചോദ്യത്തിന് അത് പ്രസക്തിയില്ല. കെട്ടുപ്രായം എത്തിയ പെൺകുട്ടിയെടുത്ത് കല്യാണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന വളരെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാണ്. അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അവിടെ നിന്നും ഈ കോൺഗ്രസിൽ കടൽക്കിഴവന്മാരുടെ കാലം കഴിഞ്ഞോ എന്നുള്ളതിനൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഷാഫി പറമ്പിൽ KPCCയുടെ പ്രസിഡന്റായിട്ട് വരിക. ഇനി കാണാൻ പോകുന്ന കോൺഗ്രസിന്റെ ഷിഫ്റ്റ് വേറൊരു തരത്തിലായിരിക്കും. ഈ പുതുതലമുറയെ സ്വാധീനിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൊത്തത്തിൽ പാർട്ടി കൃത്യമായും വ്യക്തമായും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതെ, അത് ജനങ്ങൾക്കിടയിലേക്ക് പെനട്രേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. വൈബ് അറിയുന്ന ആളാണ്. കളം നോക്കി കളിക്കാൻ അറിയുന്ന ആളാണ്. സാഹചര്യങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്ന ആളാണ്. നമുക്ക് ചെറുപ്രായത്തിൽ മുകൾ തട്ടിലേക്ക് എത്തി താഴേക്ക്, അതായത് വിഷനുള്ള ഒരാളാണ്. വിഷനുള്ള തനിക്കെതിരെ ഒരു കല്ലെറിഞ്ഞാൽ ആ കല്ലിനെ തിരിച്ചറിയാൻ കൃത്യമായിട്ട് അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും നമ്മൾ കണ്ടു. അത് വ്യക്തമായി തന്നെ അതിനെ ടാക്കിള് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. മൗനം പാലിക്കേണ്ടടുത്ത് മൗനവും ശബ്ദം ഉയർത്തേണ്ടടുത്ത് ശബ്ദവും ഉയർത്താനുള്ള ആ ഒരു വിവേചന ബുദ്ധി, അത് തന്നെയാണ് അദ്ദേഹത്തെ. ഈ ഷാഫി പറമ്പിൽ KPCCയുടെ അധ്യക്ഷനായി വരികയാണെങ്കിൽ കേരളത്തിലെ ഒരു കൂട്ടം ന്യൂട്രൽ സ്വഭാവം കാണിക്കുന്ന യുവതികൾ ഇപ്പോൾ കോൺഗ്രസിനോട് അനുഭാവമുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന കുറേയധികം ആൾക്കാരില്ലേ, അവരെല്ലാം കൃത്യമായി സംഘടനയിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയായി ഷാഫി പറമ്പിൽ മാറും. ഷാഫി യുഗം ഇവിടെ തുടങ്ങുകയാണ്. ഷാഫിയിലൂടെ കോൺഗ്രസ് മറ്റൊരു, ഇപ്പം DYFIയും അതേപോലെ തന്നെ CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു വലിയ ഹൈറാർക്കി ഉണ്ടല്ലോ, ആ ഹൈറാർക്കിക്ക് ഒപ്പം എത്താൻ സംഘടനയെ, കോൺഗ്രസിനെ കേരളത്തിലേക്ക് വളർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയായി ഇദ്ദേഹത്തിന് മാറാൻ സാധിക്കുമെന്നുള്ള യാതൊരുവിധ സംശയവുമില്ല.